വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ നീ ധിക്കാരത്തോടെ നടക്കരുത്, ധിക്കാരത്തിന്റെ പ്രവർത്തനം പ്രവർത്തിക്കരുത്, അഹങ്കാരത്തിന്റെ വാക്ക് പറയരുത്, അഹങ്കാരത്തിന്റെ നോട്ടം നോക്കരുത്. വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തുലാ. നീ എത്ര വലുതായാലും ഭൂമി തുറന്നിട്ടതിന്റെ അങ്ങേയറ്റം കണ്ടെത്താൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എത്ര നീ മേൽപോട്ട് പൊങ്ങിയാലും വലൻ തബ്ലുഗൽ ജിബാല തുലാ, പർവ്വതത്തോളം വലിയൊരു ഉയർച്ചയും പ്രശസ്തിയും നിനക്ക് കിട്ടൂലല്ലോ. കിബർ കൊണ്ട് മനുഷ്യ നീ എങ്ങും ഉയരാൻ പോകുന്നില്ല. കിബറിന് പകരം കൊടുക്കേണ്ടത് വിനയമാണ്, തവാളുവാണ്. സ്വന്തത്തിൽ ഒരാൾ വലുതായി എന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. ഒരിക്കലും അങ്ങനെ തോന്നരുത്. മൻ തഅല്ലമ ഫീ നഫ്സിഹി വഖ്താല ഫീ മശീതിഹി, നല്ല പവറോടെ നടക്കുമ്പോൾ ഒരാൾക്ക് തോന്നി ഞാൻ കുഴപ്പമില്ലാന്ന് തോന്നിപ്പോയോ, ലഖിയല്ലാഹ വഹുവ അലൈഹി ഗൾബാൻ. അല്ലാഹു തആലാനെ അവൻ അഭിമുഖീകരിക്കുന്നത്, അല്ലാഹു തആലാനെ അവൻ കാണുന്നത് റഹ്മത്തിന്റെ നോട്ടത്തോടെയല്ല, അതൃപ്തിയുടെ രൂപത്തിലാണ്, അതൃപ്തിയുടെ നോട്ടത്തിലാണ് റബ്ബ് തആലയെ കാണേണ്ടി വരുന്നത്. സുഹൃത്തുക്കളെ, നിയമം വിട്ട് പരിധി വിട്ട് നടക്കുന്ന സ്വഭാവം അതാണ് വലാ തംശി ഫിൽ അർളി മർഹാ. ഒന്നും പറഞ്ഞാൽ അനുസരിക്കൂല, അഹങ്കാരിയായി കിബ്രനായി നടക്കുന്ന മനുഷ്യനോട് അള്ളാഹു പറയുന്നത്, മനുഷ്യ നീ ഭൂമിക്കും ആകാശത്തിനും ഇടയിലാണ്, നിന്റെ താഴെ ഒരു ഭൂമിയുണ്ട്, ആ ഭൂമി തുറന്നിട്ടതിന്റെ അവസാനം കണ്ടെത്താൻ നിനക്ക് കഴിയൂലല്ലോ. മുകളിൽ ആകാശമുണ്ട്, അങ്ങോട്ടെത്താനും നിനക്ക് കഴിയൂലല്ലോ. രണ്ടും ജമാദാണ്, നിർജീവമാണ്, അള്ളാഹുവിന്റെ വലിയ സൃഷ്ടിയാണ്, അതിനിടയിലാണ് നീ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം മനുഷ്യനെ ഓർമ്മപ്പെടുത്തലാണ്. കൗനുഹു ലഈഫൻ ആജിസാ, മനുഷ്യൻ ദുർബലനാണ്, ശക്തി കുറഞ്ഞവനാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരം യോജിച്ചതല്ല. ഈ രണ്ട് വസ്തുക്കളെ നീ കണ്ടില്ലേ, ആകാശത്തെയും ഭൂമിയെയും? എത്ര ശക്തിയുണ്ട്, എത്ര സൗന്ദര്യമുണ്ട്, എത്ര കഴിവുകൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അത് രണ്ടിലേക്കും ചേർത്തി നോക്കുമ്പോ നീ ദുർബലനാണ്, ശക്തി കുറഞ്ഞവനാണ്. ശക്തി കുറഞ്ഞ നിനക്ക് വേണ്ടത് തവാളുവാണ്, വിനയമാണ്. നിനക്ക് കിബറല്ല ഉണ്ടാകേണ്ടത്. അതേ സമയത്ത് ചില അഹങ്കാരത്തിന്റെ ശൈലി, ചില ഭാഗങ്ങളിൽ സ്തുതിക്കപ്പെടുന്ന ശൈലിയുണ്ട്.